ഹായ് ഓൾ, ഞാൻ ആനന്ദ്. എമ്പുരാൻ എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടുകൂടെ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച് കാത്തിരുന്ന് മാർച്ച് 27 സിനിമ റിലീസായിരിക്കുകയാണ്. കുറച്ച് സാഹസികതയോടെ ഞാൻ ഈ സിനിമ കണ്ടു തീർത്തു. ആക്ച്വലി എന്താണ് ആ സാഹസികത എന്നത് ഞാൻ ഒരു ലിങ്ക് താഴെ കൊടുക്കാം. അത് ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ ഞാൻ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. എന്താണ് അതിന് സംഭവിച്ചതെന്നുള്ളത് അത് ഞാൻ വീണ്ടും ഡീറ്റെയിൽ ചെയ്യുന്നില്ല. ആ ലിങ്ക് താഴെ ഞാൻ കൊടുക്കാം, പിൻ ചെയ്ത് വെക്കാം. അപ്പം അതൊന്ന് കണ്ടു നോക്കാം താല്പര്യമുള്ളവർക്ക്. അപ്പം നമുക്ക് എമ്പുരാനിലേക്ക് വരാം. എമ്പുരാനെ പറ്റി പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് എനിക്ക് ഇന്നലെ ഉണ്ടായ എൻ്റെ ഒരു അനുഭവത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളെല്ലാവരും സിനിമകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഞാനടക്കം എല്ലാവരും സിനിമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയാം. നമ്മൾ എസ്പെഷ്യലി ഈ എമ്പുരാനൊക്കെ പോലെ ഒരുപാട് പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ അത്രയും ക്വാളിറ്റിയുള്ള എക്യുപ്മെന്റ്സുകൾ ഉപയോഗിച്ച് ഒക്കെ ഒരു സിനിമ വരുമ്പോൾ ആ സിനിമ മാക്സിമം നല്ല ഔട്ട്പുട്ട് കിട്ടുന്ന തിയേറ്ററുകൾ ചൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആ സിനിമയ്ക്ക് യോജിച്ച ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം അറ്റ്മോസിൽ ഇറങ്ങുന്ന ഒരു സിനിമയാണെങ്കിൽ അത് അറ്റ്മോസിൽ കാണാൻ ശ്രമിക്കുക. അത് 7.1 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി കിട്ടില്ല. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ചും കൂടെ, ഐ മീൻ എല്ലാവരും മാക്സിമം തിയേറ്റർ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ ഒന്ന് സെലക്റ്റീവ് ആവാം. രണ്ടാമത്തെ കാര്യം, തിയേറ്ററിനുള്ളിൽ കയറി കഴിഞ്ഞാൽ തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ലൈക്ക് സൗണ്ടിൽ ഇഷ്യൂവോ അല്ലെങ്കിൽ പിക്ചർ ക്വാളിറ്റിയിൽ ഇഷ്യൂവോ തോന്നുകയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ആ അതോറിറ്റിയെ അത് അറിയിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ അനുഭവം തന്നെ. അപ്പം ആ തിയേറ്ററിന്റെ ഹാളിൽ ഉണ്ടായിരുന്ന 250 പേർക്കും അതിനെപ്പറ്റി പറയാനില്ല. പലർക്കും അത് മനസ്സിലാവുന്നുണ്ടാവില്ല, പക്ഷെ പലർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും ആ സൗണ്ട് ക്വാളിറ്റിയിലുള്ള പ്രശ്നം. ആ പ്രശ്നം നമ്മളത് തുറന്ന് സംസാരിക്കുകയും വീണ്ടും വീണ്ടും സംസാരിക്കുമ്പോഴാണ് അവരത് റെക്ടിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരത് സമ്മതിച്ചു തരുന്നത്. ആംപ്ലിഫയറിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മാത്രം അവിടെ നിന്ന് ഇറങ്ങുകയും ആ ബാക്കിയുള്ളവരവിടെ നിന്ന് സിനിമ കാണുകയും ചെയ്തിരുന്നുണ്ടായി. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ താഴെ ഞാൻ കൊടുക്കാം. അതിൽ ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. അതിനുശേഷം ഞങ്ങള് നേരെ പോയത് ശ്രീ തിയേറ്ററിലാണ്. കൃത്യമായിട്ടും ഒരു തിയേറ്ററിന്റെ ക്വാളിറ്റി ഡിഫറൻസ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാവുന്ന രീതിയിലായിരുന്നു ഫസ്റ്റ് ആ സിനിമയുടെ സ്റ്റാർട്ടിങ് ടൈറ്റിൽ എഴുതി കാണിച്ച് നമ്മുടെ പ്രൊഡക്ഷൻ ടീംസിന്റെ ലോഗോ വരുന്നത് മുതലേ നമുക്ക് ആ ക്വാളിറ്റി ഡിഫറൻസ് ഫീൽ ചെയ്യായിരുന്നു. കാരണം അത്രയും നേരം സൗണ്ട്, സ്റ്റാർട്ടിങ് നെറേഷനിലുള്ള സൗണ്ട് ആയാലും ഡയലോഗ്സ് ആയാലും ഒന്നും നമുക്ക് കൃത്യമായി ഓഡിബിൾ ആവാത്ത രീതിയിൽ, എന്താ പറയുക, ഭയങ്കര സ്കാറ്റേഡ് ആയിട്ടുള്ള സൗണ്ട് ആയിരുന്നു. അവിടെ നിന്നും മാറി സൗണ്ട് ക്വാളിറ്റിയിലായാലും പിക്ചർ ക്വാളിറ്റിയിലായാലും ഒക്കെ ശരിക്കും നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആനയും അണ്ണക്കൊട്ടനും തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇനി എമ്പുരാനല്ല, ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമകൾ ഏതോ ആയിക്കോട്ടെ, മാക്സിമം നല്ല ഔട്ട്പുട്ടുള്ള തിയേറ്ററുകൾ ചൂസ് ചെയ്യാം. അപ്പം നല്ല തിയേറ്ററുകൾ നമുക്കിവിടെ കോഴിക്കോട്ടുകാർക്ക് നല്ല തിയേറ്ററുകൾ ഒരുപാടുണ്ട്. നല്ല തിയേറ്ററുകളുണ്ട്. സൗണ്ട് ക്വാളിറ്റീൻ്റെ കാര്യത്തിലായാലും പിക്ചർ ക്വാളിറ്റീൻ്റെ കാര്യത്തിലായാലും സീറ്റിംഗ് അറേഞ്ച്മെന്റ്സിന്റെ കാര്യത്തിലായാലും ഒക്കെ ഒരുപാട് റിച്ച് ആയിട്ടുള്ള നല്ല തിയേറ്ററുകൾ നമുക്ക് ഇപ്പം നിലവിലുണ്ട്. ബാലുശ്ശേരി സന്ധ്യ ആയാലും കൈരളി ശ്രീ ആയാലും കോർണേഷൻ ആയാലും ഒക്കെ നമുക്ക് ഇവിടെ നല്ല തിയേറ്റേഴ്സുകൾ അവൈലബിൾ ആണ്. പക്ഷേ ചില തിയേറ്ററുകൾ, ഈ പറഞ്ഞ, എനിക്ക് ഏറ്റവും കൂടുതൽ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഈ ഷോപ്പിംഗ് മാളുകളിലുള്ള ഈ മൾട്ടിപ്ലെക്സ് തിയേറ്ററുകളിൽ നിന്നാണ്. ഇപ്പോൾ ഉണ്ടായത് മിറാജ് എന്നാണ്. ഇതിന് തൊട്ട് മുമ്പായി ഉണ്ടായത് സിനിപോളിസിൽ വെച്ചിട്ടാണ്. പക്ഷെ ഇവിടെ ഞാൻ ഇത് മാത്രം റിയാക്ട് ചെയ്തതിന്റെ മെയിൻ റീസൺ, എമ്പുരാൻ ഞാൻ അത്രയും ആഗ്രഹിച്ച് ഫസ്റ്റ് ഡേ തന്നെ കാണണമെന്ന് ആഗ്രഹിച്ച് പോയ സിനിമയായിരുന്നു. ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും ഒരു അനുഭവം ഉണ്ടായത്. ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. സോ നമുക്ക് എമ്പുരാനിലേക്ക് കടക്കാം. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത, നമ്മുടെ ലാലേട്ടൻ നായകനായി എത്തിയ, മുരളി ഗോപി എഴുതിയ സിനിമയെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. കാരണം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇനി വരും ദിവസങ്ങളിൽ എന്തെങ്കിലും ഞാൻ ചെയ്യാം. കാരണം ഒരുപാട് ഹൈപ്പുള്ള, അല്ലെങ്കിൽ അത്രയും ആളുകൾ
ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഇത്രയും കീറി മുറിക്കപ്പെട്ട ഒരു ട്രെയിലർ ഒക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം ട്രെയിലറിന്റെ എവറി സെക്കൻഡ്സ് ഒക്കെ മൈന്യൂട്ടായിട്ട് ചിന്തിച്ചിട്ട് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊക്കെയാണ് ആളുകൾ അതിന്റെ കഥയും അതല്ലെങ്കിൽ അതിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാർ പ്രെഡിക്റ്റ് ചെയ്ത്. കാരണം അത്രത്തോളം ആളുകൾ പുറത്ത് ഇപ്പം സിനിമ കണ്ടത് വളരെ ചുരുക്കം ആളുകളാണ്. ഒരുപാട് ആളുകൾ പുറത്തുനിന്ന് സിനിമ കാണാൻ ബാക്കിയുള്ളത് കൊണ്ടാണ് സിനിമയെ ഞാൻ കീറി മുറിക്കുന്നില്ല. മോഹൻലാൽ ഫാൻസിന് ആഘോഷിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് എമ്പുരാൻ. അത്രയും രസകരമായുള്ള ഒരുപാട് ഇൻട്രോകൾ മോഹൻലാലിന്റെ സിനിമയിലുണ്ട്. നല്ല രസമുള്ള ഫൈറ്റ് ഉണ്ട്. മോഹൻലാൽ ആരാധകർക്ക് വേണ്ട എല്ലാം പൃഥ്വിരാജ് സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. തിയേറ്റർ വാച്ച് മസ്റ്റായിട്ട് പറയാനുള്ള ഒരു സിനിമ തന്നെയാണ് എമ്പുരാൻ. കാരണം ഇത്രയും ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ക്യാൻവാസിൽ ഇത്രയും രാജ്യങ്ങളിൽ ഇപ്പം CG ഒന്നും ചെയ്ത് കുളമാക്കാതെ കൂടുതലും ഈ പറഞ്ഞ പല രാജ്യങ്ങളിലും പോയി ഷൂട്ട് ചെയ്തു. അല്ലെങ്കിൽ കൃത്യമായി എനിക്ക് തോന്നി ഇറാഖിലൊക്കെ ഷൂട്ട് ചെയ്ത പാർട്ട് ചെന്നൈയിൽ അവർ സെറ്റ് ഇട്ടിട്ടാണ് ചെയ്തത്. അപ്പം അത്രയും ബഡ്ജറ്റീവ് ആയിട്ടുള്ളൊരു ഇത്രയും വലിയൊരു ക്യാൻവാസിലുള്ള ഒരു സിനിമ ഒരു കാരണവശാൽ നിങ്ങൾ OTT ഇരുന്ന് കാണരുത്. കാരണം ഇത് തിയേറ്റർ വാച്ചിനുള്ള സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് ആയിട്ട് തന്നെയാണ് എനിക്ക് സിനിമയെ പറയാനുള്ളത്. പേഴ്സണലി കുറച്ച് പ്രശ്നങ്ങൾ പല സ്ഥലത്തും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ അത് എൻ്റെ ഓവർ എക്സ്പെക്റ്റേഷൻ്റെ പ്രശ്നമായിരിക്കാം. അപ്പം അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. കാരണം സിനിമ ഗംഭീര ആഘോഷിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രത്തോളം വേൾഡ് വൈഡായിട്ട് തന്നെ ആഘോഷിക്കപ്പെടുന്ന ഒരു മലയാള സിനിമ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതിന് ഇത്രയും വലിയൊരു സിനിമ മലയാളത്തിൽ ഇങ്ങനെ ഇത്രയും വലിയൊരു ക്യാൻവാസിൽ ഇത്രയും ആളുകൾ ഏറ്റെടുക്കുന്ന ഒരു സിനിമ ചെയ്ത പൃഥ്വിരാജിനും ആ ടീമിനും പ്രൊഡ്യൂസർക്കും ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്ന് ഈ സിനിമയെ രക്ഷപ്പെടുത്തിയ ഗോകുലം ഗോപാലിനും ഒക്കെ ഗോകുലം മൂവീസിനൊക്കെ നന്ദി പറയുന്നു. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ അല്ലെങ്കിൽ ഈ സിനിമയെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആഫ്റ്റർ ഒരു 2 weeks ഞാൻ ചെയ്യാം. കാരണം ഇനിയുള്ള വീഡിയോസുകളും ഒക്കെ ഞാൻ സിനിമയുമായി ബന്ധപ്പെട്ട് എൻ്റെ തോന്നലുകൾ ഞാൻ സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യാം. എന്നിരുന്നാലും സിനിമയെക്കുറിച്ചൊരു സിനിമ കാണുമ്പോൾ എനിക്കുണ്ടാവുന്ന അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന എൻ്റെ തോട്ട്സുകൾ അത് റിവ്യൂ ആയിട്ടൊന്നും കാണണ്ട. സിനിമ ഇങ്ങനെ 1 by 1 ആയിട്ട് എഡിറ്റിങ് അത് ശരി ഇത് അങ്ങനെയൊന്നും പറയാനൊന്നും ഞാൻ ആളല്ല. പക്ഷെ സിനിമ കണ്ടിറങ്ങുമ്പം എനിക്ക് കിട്ടുന്ന ഒരു ഫീലിങ്സിനെ കുറിച്ച് ഞാൻ ഇതുവരെ കണ്ട സിനിമകളും ഒക്കെ ഞാൻ ഇനിയുള്ള വീഡിയോസിൽ വരാം. റീസെൻ്റ്ലി കണ്ടിട്ടുള്ള പഴയ സിനിമകൾ, ഐ മീൻ പഴയതെന്ന് ഉദ്ദേശിക്കുന്നത് OTT ഒക്കെ റിലീസ് ചെയ്ത അല്ലെങ്കിൽ തിയേറ്റർ റിലീസ് ചെയ്ത 2 weeks ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ സിനിമയുമായി ബന്ധപ്പെട്ട റിവ്യൂസുകൾ അല്ലെങ്കിൽ റിവ്യൂ എന്ന് പറയുന്നില്ല, എൻ്റെ ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായം എന്ന് മാത്രം പറയാം. എൻ്റെ അഭിപ്രായങ്ങൾ കുറച്ച് വീഡിയോസുകളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടാത്തവർ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ കമൻ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനിയുള്ള വീഡിയോസുകളിൽ നമുക്കത് പരിഹരിക്കാൻ ശ്രമിക്കാം. ഇതൊരു തുടക്കം മാത്രമാണ്. ഒരു ആവേശത്തിൻ്റെ പുറത്ത് ചെയ്യാന്നൊക്കെ തോന്നിയേക്കാം, ആയിരിക്കാം. എന്നിരുന്നാലും ഇതൊന്ന് ഫോളോ അപ്പിൽ എനിക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. സോ ഇനിയുള്ള വീഡിയോസുകൾ കൂടുതൽ വീഡിയോസുകൾ അല്ലെങ്കിൽ കൂടുതൽ ഈ സിനിമ ഒപ്പീനിയനുകൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിനുള്ളൊരു സിനിമ ഞാൻ ഇന്ന് കണ്ടിട്ടുണ്ട്, ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ പറയുന്നില്ല. സോ ദ നെക്സ്റ്റ് വീഡിയോ ആ സിനിമയെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എനിക്ക് സംസാരിക്കാനുള്ള ഒരു സിനിമ ഞാനിപ്പോൾ റീസെൻ്റ്ലി OTT കണ്ടു. ആ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സോ ബൈ.